നമസ്കാരം. കേരളത്തിലെ ഗാനമേള വേദികൾ ലൈറ്റിന്റെ അതിപ്രസരം മൂലം ആസ്വാദകർക്ക് ഗാനമേള പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ലൈറ്റിന്റെ അതിപ്രസരത്തിലൂടെ കഴിവുറ്റ ഓർക്കസ്ട്ര കലാകാരന്മാരെ മറച്ചുകൊണ്ട് ഗാനമേളകൾ DJ ഷോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ന്യൂജൻ ഗാനമേള എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്നവർക്ക് താക്കീതുമായി കലാഭവൻ സോബി ജോർജ്. ട്രഡീഷണലായി നടത്തിയിരുന്ന ഗാനമേളകളെ ഈ രീതിയിൽ വൾഗർ ആക്കുന്നതിനെതിരെ നിയമപരമായി നേരിടുന്നതിനായി കോടതിയെ സമീപിക്കുമെന്നും 45 വർഷമായി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലടക്കം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 20 പീസ് ലൈവ് ഓർക്കസ്ട്രയുമായി അണിനിരക്കുന്ന കേരളത്തിലെ ഏക കലാപ്രസ്ഥാനമായ ഫാദർ ആബേൽസ് കൊച്ചിൻ കലാഭവന്റെ ഡയറക്ടർ കലാഭവൻ സോബി ജോർജിന്റെ വാക്കുകളിലേക്ക്. അതോടൊപ്പം ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഗാനമേള എന്ന കലാരൂപം എന്നേക്കുമായി മൺമറഞ്ഞു പോകുന്ന കാലം വിദൂരമല്ല. നമസ്കാരം, ഞാൻ സോബി ജോർജ് കലാഭവൻ. നമ്മൾ അടുത്ത ഈ വന്ന സീസണിലേക്കുള്ള റിഹേഴ്സൽ ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 18 പീസ് ഓർക്കസ്ട്ര നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ ഈ കൊല്ലം 20 പീസ് ഓർക്കസ്ട്രയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ സജി സജന ടീമാണ് എല്ലാ കൊല്ലത്തെ കാര്യം. നമുക്ക് ഈ കൊല്ലം നമ്മുടെ ഡാൻസിന്റെ ടീം അവർ തന്നെയാണ് ഡാൻസ് ഗ്രൂപ്പും നമ്മളോടൊപ്പം പിന്നെ അവരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 പീസ് ഓർക്കസ്ട്രയായിട്ട് കേരളത്തിൽ സ്റ്റേജ് പ്രോഗ്രാമിന് എത്തുന്ന ഏക കലാപ്രസ്ഥാനമാണ് ഞങ്ങളുടെ. 2 തട്ട് സ്റ്റേജ്, ഒരു ഇന്നർ സ്റ്റേജ് ഞങ്ങൾ തന്നെ വന്നിട്ടാണ് ഇടുന്നത്. ഇപ്പൊ മറ്റുള്ള ഗാനമേള ട്രൂപ്പുകളൊക്കെ ഓരോ യൂണിഫോം കണക്കായിപ്പോയി. ഇപ്പൊ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 8 പീസ് ഓർക്കസ്ട്ര, 6 പാട്ടുകാർ, ഫുള്ള് ലൈറ്റ്മാര്. ഈ ലൈറ്റിന് ഇമ്പോർട്ടൻറ്റ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കലാകാരന്മാരെ മറിച്ചുകൊണ്ടുള്ള ഈ ലൈറ്റിന് നമുക്ക് അഭിപ്രായമില്ല. കാരണം സിംഗേഴ്സിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേജിൽ ബാക്കിൽ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വായിക്കുന്ന ആർട്ടിസ്റ്റുമാർ. അവർക്ക് പലർക്കും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് കിട്ടുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിന്റെ അതിപ്രസരം സ്റ്റേജ് കുറയ്ക്കണം, നിർബന്ധമായിട്ട് കുറയ്ക്കണം. എന്തിനാണ് ഇങ്ങനെ സ്റ്റേജ് മറിച്ചിട്ട് ആർട്ടിസ്റ്റുമാരെ മറിച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത്? ഗാനമേള എന്ന് പറഞ്ഞാൽ ലൈവ് വായിക്കേണ്ട ഇൻസ്ട്രുമെന്റാണ്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഫീഡ് ചെയ്യേണ്ടി വരും, ബാക്കിയുള്ളതൊക്കെ ലൈവ് തന്നെ പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഗാനമേള ഗ്രൂപ്പുകൾ ഞങ്ങളെയായാലും മറ്റുള്ള ഗ്രൂപ്പുകളെയായാലും സംഘാടകരും പ്രേക്ഷകരും പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള റിഹേഴ്സൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 18 പീസ് ഓർക്കസ്ട്ര ആയിട്ട് പോയിട്ട് കേരളത്തിൽ 14 ജില്ലയിലും പ്രോഗ്രാം നടത്തുന്ന ഏക ഗ്രൂപ്പ് ഞങ്ങൾ തന്നെയാണ്. ഈ കൊല്ലം ശക്തമായി തന്നെ പ്രതിരോധം തീർക്കാൻ തന്നെയായിട്ട്, പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ ഗാനമേള പ്രസ്ഥാനങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കാരണം വെച്ചാൽ ജനങ്ങൾ ഇന്ന് ലൈറ്റ് കണ്ടിപ്പോൾ DJ ഷോ ഗാനമേളക്കാർ പരസ്യം കൊടുക്കുന്നതിന് 6 പീസ് ഓർക്കസ്ട്ര, 4 പാട്ടുകാർ, ലൈറ്റ് ഷോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഗാനമേളയെ നശിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ലൈവ് പ്രോഗ്രാമായിട്ട് പോകുന്ന ട്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ള വിട്ടുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂജൻ ഗാനമേളയാണ്. ന്യൂജൻ ഗാനമേളക്കാരോട് ഞാൻ 100% സഹകരിക്കും. എനിക്ക് അവരോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നു വെച്ചാൽ നിങ്ങൾക്ക് ഈ വേദി ഒരുക്കി തരാനായിട്ട് ഞാൻ 45 വർഷമായി സജീവമായിട്ട് കലാഭവന്റെ ഒപ്പം നിൽക്കുന്നതാണ്. അത്രയും നാള് ഞാനോ എന്നെപ്പോലെ ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളും ഞങ്ങളും ഒക്കെ സ്റ്റേജിൽ പാടുന്നത് ജോൺസൺ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, ദേവരായ മാസ്റ്റർ, ഇളയരാജ സാറ്, ഇവരൊക്കെ പാട്ടുകളല്ലേ നിങ്ങളൊക്കെ പാടുന്നത്, ഞങ്ങളും പാടുന്നത്. അപ്പൊ നമ്മള് കാലം മാറിയെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വേഷങ്ങളധികം മാറാൻ നിൽക്കരുത് ഗാനമേളയ്ക്ക്. കാരണം പിന്നെ യൂണിഫോം ഇടാണ്ട് സ്റ്റേജിൽ നിൽക്കാൻ കുറെ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. കാരണം എന്നാ 4 പീസ് ഓർക്കസ്ട്രയായിട്ട് യൂണിഫോമിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. ഞങ്ങൾ സൈന്യം കണക്കായിരിക്കണേ 18 പീസ് ഓർക്കസ്ട്രയായിട്ട്. അതിനൊന്നും വെറുതെ മക്കളെ വിമർശിക്കാൻ നിൽക്കല്ലേ കേട്ടോ. നിങ്ങൾ പരാജയപ്പെട്ടു പോവുള്ളൂ. ന്യൂജൻ പിള്ളേർ നിങ്ങൾ നടത്തുന്ന ഗാനമേളയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതാണ് നിങ്ങൾ നടത്തുന്ന ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണേ. അതതിന്റെ വഴിക്കൂടെ നടന്നോട്ടെ. ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ട് ഗാനമേള നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനോടൊന്നും മത്സരിച്ച് വർത്തമാനം പറയാനായിട്ടൊന്നും ആരും നിൽക്കണ്ട. പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയം വേണ്ട. ഞങ്ങൾ അന്തസ്സായിട്ട് ഏറ്റവും നല്ല കേരളത്തിലെ ആർട്ടിസ്റ്റുമാരെ വെച്ചിട്ട് പരിപാടി നടത്തുന്നത്. നിങ്ങൾ നടത്തുന്നത് മോശം എന്ന് പറയുന്നില്ല, നിങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ രീതിക്ക് തന്നെ നടത്തുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് പരിപാടി നടത്തുന്നവരെ തലയിൽ കയറാൻ നിൽക്കണ്ട. കാരണം അതിന് നമുക്ക് മറുപടി പറയേണ്ടി വരും. ഇപ്പൊ തന്നെ ഗാനമേളകൾക്കൊക്കെ കോടതി നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നിയമാവലി നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഗാനമേള നടത്താൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ സൗണ്ടിന്റെ നിയന്ത്രണം വെച്ചാൽ ആ നിയന്ത്രണം നിങ്ങൾ ഇപ്പൊ കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഒരു ഗ്രൂപ്പും
കേരളത്തിൽ ഗാനമേള നടത്താനായിട്ട് സാധിക്കില്ല. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അറിവ് കുറവാണെങ്കിൽ വേണ്ടി ഞാൻ പ്രാബല്യത്തിൽ ആക്കി തരാനുള്ള ശ്രമം വേണ്ടി നടത്തിച്ചേരാം. അതുകൊണ്ട് ഞങ്ങൾ യൂണിഫോം ഇരിക്കണം, നിങ്ങൾ ഇരിക്കാനുള്ള നല്ലത് എല്ലാ കലാകാരന്മാരില്ല, എല്ലാവരും നല്ല ആൾക്കാർ, ആരും ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ ചുമ്മാ ശൈലിക്കർ ചുണ്ടനക്കണവരൊന്നും ഇല്ല, കൈ അനക്കണവരില്ല. എല്ലാവരും 4 പേരിരുന്നാലും 10 പേരിരുന്നാലും 50 പേരിരുന്നാലും എല്ലാവരും അവരുടേതായ പണിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിമർശിക്കാണ്ട് സ്റ്റേജ് നന്നാക്കാനായിട്ട് നോക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഒരു 8 10 ഓർക്കസ്ട്ര ആക്കാനും നോക്കുക. അത്രയും ആൾക്കാർ കുടുംബം ജീവിക്കും, പുതിയ കലാകാരന്മാരും വരും. ഇത് മക്കൾ വഴക്കായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഒരു ഉപദേശമായിട്ട് വിട്ടാൽ നിങ്ങളിപ്പോൾ നടത്തുന്നവരൊക്കെ അത്രയാവാൻ പ്രായമുണ്ട്, അല്ലെങ്കിൽ അത്രയും കാലത്തെ എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് യാതൊരു എതിർപ്പും പുതുതലമുറയോട് എനിക്കില്ല. നിങ്ങളുടെ പരിപാടിയോടും എതിർപ്പില്ല. അവതരിപ്പിക്കുന്ന രീതികളോട് ചെറിയ വിയോജിപ്പുണ്ട്, അത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.